ഒരു ക്രിസ്തുമസ് സന്ദേശ സഹോദര സംഗമ വേദിയിലാണ് നമ്മളുള്ളത്. ഖലീൽ ജിബ്രാന്റെ ഒരു പുസ്തകം ഞാനിങ്ങനെ വായിക്കുമ്പോൾ യേശുക്രിസ്തു ഒരു മലയുടെ മുകളിൽ നിന്ന്, നിങ്ങളുടെ വലിയ വൈദിക പ്രസംഗങ്ങൾ കേൾക്കുന്ന ആളുകളാണ്, പക്ഷേ ഈ പ്രസംഗത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് ചോദിച്ചാൽ, ഒരു പള്ളി മിനാരത്തിൻ്റെ മുമ്പിൽ വെച്ച് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് തെക്കാപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ നാടിൻ്റെ വിളക്കായ ഒരു കാരണവരുടെ മുന്നിൽ വെച്ച് സഹോദരങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ആഘോഷത്തിൽ പങ്കുചേരാൻ കഴിയുന്ന ഈ അനർഘമായ നിമിഷം എന്റെ മനസ്സിനെ വല്ലാതെ ആകർഷിക്കുകയാണ്. ഖലീൽ ജിബ്രാന്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ വിവരണം ഞാനൊന്ന് വായിക്കുമ്പോൾ, ഒരു മലയുടെ മുകളിൽ നിന്ന് ജീസസ് ക്രിസ്ത്യൻ ഇറങ്ങി വരികയാണ്. ആ ജീസസ് വരുന്നത് കണ്ടിട്ട് ആ മലയുടെ അടിവാരത്തുള്ള മുക്കുവന്മാർ, മീൻ പിടിക്കാൻ പോകുന്ന സഹോദരങ്ങൾ, അവരിങ്ങനെ വല്ലാതെ യേശുക്രിസ്തുവിനെ നോക്കുകയാണ്. ആ യേശുവിൻ്റെ മുടികൾ പാറിപ്പറക്കുന്ന ആ കൂന്തലുകൾ, ആ കാണാൻ അഴകുള്ള ആ കാർക്കൂന്തൽ കാണുകയും അദ്ദേഹത്തിൻ്റെ നയന മനോഹാരിത കണ്ട് ആകർഷിച്ച് നിൽക്കുന്നതിനിടയിൽ യേശുക്രിസ്തു വന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. ഇന്നത്തെ ദിവസം നിങ്ങളുടെ വലയിൽ കുടുങ്ങിയ മീനുകളിൽ പുതിയ മീനുകൾ പിടിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ബൈബിളിനെ ആധാരമാക്കി ഖലീൽ ജിബ്രാൻ എഴുതിയ ദ പ്രോഫറ്റ് എന്നടക്കമുള്ള പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലൊരു പുസ്തകത്തിൽ നിന്നാണ് എനിക്ക് ഈ കഥ കിട്ടിയത്. നിങ്ങൾ ഇന്നത്തെ വലയിൽ പിടിക്കപ്പെട്ടത് ഈ പുതിയ മീൻ ആരെങ്കിലും പിടിച്ചോന്ന് ചോദിച്ചു. ആയിരക്കണക്കിന് മത്സ്യബന്ധനം നടത്തുന്ന ആളുകൾ ആരും തന്നെ പറഞ്ഞില്ല ഞങ്ങൾക്ക് പുതിയ മീൻ കിട്ടിയില്ല. മഹാനായ യേശുക്രിസ്തു ഒരു മനുഷ്യന്റെ നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, നിനക്ക് നിന്റെ വലയിൽ ഒരു പുതിയ മീൻ കുടുങ്ങിയില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വലയിൽ ഒരു പുതിയ മീൻ കുടുങ്ങിയിട്ടുണ്ട്. ശരിക്കും ബൈബിൾ എന്ന് പറയുന്ന ആ മഹാപുസ്തകം, ആ വെളിച്ചം, ആ മാർഗരേഖ, മനുഷ്യത്വം കോറിയിട്ടിരിക്കുന്ന ആ മാർഗരേഖ വായിച്ച നമുക്കറിയാം, ഉപമകളുടെ ഒരു നീണ്ട നിരനകത്ത് കാണാൻ പറ്റും. യേശുക്രിസ്തു ചോദിച്ചത് കടലിൽ നിന്നോ നദിയിൽ നിന്നോ പിടിക്കുന്ന മീനിനെയല്ല, കടലിൽ മീൻ പിടിക്കുന്ന വലയെ കുറിച്ചുമല്ല അദ്ദേഹം ചോദിച്ചു. മനുഷ്യന്റെ മസ്തിഷ്കം 100 ബില്യൺ കോശങ്ങളാലും ഞരമ്പുകളാലും ചുറ്റപ്പെട്ടത്. യേശുക്രിസ്തു പറഞ്ഞത് 100 ബില്യൺ, അതായത് 10,000 കോടി കോശങ്ങളും 10,000 കോടി രക്തധമനികളാൽ ചുറ്റപ്പെട്ട മനുഷ്യന്റെ മസ്തിഷ്കമാകുന്ന ആ വലയിൽ പുതിയ ചിന്ത ഉണർന്നോ എന്നായിരുന്നു. ശരിക്കും ഈ ക്രിസ്തുമസിന്റെ ആഘോഷരാവുകൾ നടക്കുന്ന നമ്മുടെ ഇടയിലേക്ക് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം, യേശു ക്രിസ്തു ആ മല അരിവാരത്ത് വന്ന ആളുകളോട് ചോദിച്ചതാണ്. നമ്മുടെ തലച്ചോറാകുന്ന, മസ്തിഷ്കമാകുന്ന തലച്ചോറാകുന്ന വലയിൽ പുതിയ പുതിയ ചിന്തകൾ ഉണർന്നു, പുതിയ പുതിയ മീൻ കിട്ടിയോ എന്നാണ് യേശു ചോദിച്ചത്. ആ പുതിയ പുതിയ ചിന്തയായിരുന്നു ആ മീൻ എന്ന് പറയുന്നത്. ശരിക്കും ഈ യേശുക്രിസ്തുവിനെ ഓർമ്മിക്കുന്നു സാഹോദര്യത്തിൽ ഉയർന്നു നിന്ന ഈ ക്രിസ്തുമസിന്റെ ആഘോഷത്തിന്റെ നിലാവിൽ നമ്മുടെ വീടുകളിലും നാടുകളിലുമൊക്കെ തെളിഞ്ഞു കിടക്കുന്ന താരകം പോലെ തെളിയിച്ച സ്റ്റാറുകൾ, ഒരു 3 നക്ഷത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിലും തെളിയിക്കണമെന്നാണ് പറയുന്നത്. ഒന്നാമത്തത്, നമ്മുടെ ഇടയിൽ വൈരം വളർത്തുന്ന, അത് ഏത് മുസ്ലിമാണെങ്കിലും, മുസ്ലിം സമുദായത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാറുണ്ട്, നമ്മുടെ ഇടയിൽ സഹോദര സമുദായത്തെ ചേർത്ത് പിടിക്കണ്ട എന്ന് വാദവുമായി വന്ന് നമ്മുടെ ഇടയിൽ വിള്ളലുണ്ടാക്കുന്ന ശക്തികളെ, ആ പുഴുക്കുത്തുകളെ തിരിച്ചറിഞ്ഞ് ചെവിക്ക് പിടിച്ച് പുറത്തു കളയുക. ക്രൈസ്തവ മതത്തിലുള്ള അധികാരികളും ക്രൈസ്തവ മതത്തിലുള്ള സഹോദരങ്ങളോടും പറയാറുള്ളത്, ഒരു കാലത്തൊരുമിച്ചായിരുന്നു നമ്മൾ ഉണ്ടിരുന്നതും കളിച്ചിരുന്നതും, നമ്മൾ കണ്ണണിയൊപ്പിയിരുന്നതും. നമ്മളെ അടർത്തി മാറ്റാൻ, നമ്മുടെ ഇടയിൽ വൈരത്തിൻ്റെയും ദേശത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സാഹോദര്യമില്ലായ്മയുടെയും അഴുക്കുകളെ നിറച്ചു തന്ന